സത്യം പറ, നിനക്കവിടെ കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നോ? പിന്നെ നല്ല ഉഗ്ര ഫുഡല്ലേ അവിടെ. Is it? What is it, Ajay? What is it? അത് ഇതിൻ്റെ കൂടെ തന്നെ പറ്റിയതാ. അപ്പോൾ ഇതെങ്ങനെ പറ്റിയതാ? സത്യം പറ. ആ മോഹൻ വന്നു. മോഹൻ നിന്നോട് സംസാരിക്കണമെന്ന്. ആ മോഹൻ, അവൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. അവരെന്നെ വിളിച്ചിരുന്നു. നെക്സ്റ്റ് വീക്ക് തന്നെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. What happened? Hey. അജയ് എന്തൊക്കെയാ പറയുന്നേ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഈ ലാസ്റ്റ് മിനിറ്റിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതണമെന്നൊക്കെ പറഞ്ഞാ എന്ത് ചെയ്യും അജയ്? കഴിഞ്ഞ 6 മാസമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പകുതി പോർഷൻ പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കണ്ടുപിടിക്കണം. ബൈ സരൽ. ബൈ. കോമ്പറ്റീഷൻ ഇനി 6 ദിവസമേ ഉള്ളൂ. അക്കാ എരട്ടി. അതാ ഈ നോൺ സ്റ്റോപ്പ് റിഹേഴ്സൽസ്. ശ്രീപ്രദ ആന്റി? അമ്മയ്ക്കൊന്നും അറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പറയണ്ടേ? എല്ലാം ഒന്ന് സെറ്റിലായിട്ട് പറയാമെന്ന് ഓർത്തു. അജയ്, just hold this. ഒരു കോച്ചിങ് സെന്ററിന്റെയാ, ഒന്ന് വായിച്ചു നോക്ക്. ആ കൽപ്പന. മാം, അവരെത്തി. ജസ്റ്റ് 10 minutes. ഞാൻ അജയ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എത്താം. ഓക്കെ മാം. ഡോക്ടർ ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ 2-3 ദിവസം കൈ സ്ട്രെയിൻ ചെയ്യരുതെന്ന്. ഓക്കെ. ഹലോ ശ്രീപ്രദ, യെസ്. ഞാനാണ് സിദ്ധാർത്ഥ്. ഇപ്പോ സംസാരിക്കാവോ? യെസ്. ഹൗ ആർ യു? ഐ എം ഗുഡ്. ഡ്രൈവ് ചെയ്യാണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. അജയെ കുറച്ചു നാള് എറണാകുളത്തേക്ക് വിടുവോ എൻ്റെ കൂടെ നിൽക്കാൻ? എന്താ പെട്ടെന്ന്? എനിക്ക് നല്ല സുഖമില്ല. ഐ എം ഓൺ ട്രീറ്റ്മെന്റ്. കുറച്ചു നാള് അജയുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. Just buy something. Are you there? Yeah. അജയ് എൻ്റെ ഒപ്പം ഉണ്ട്, സംസാരിച്ചോളൂ. സ്പീക്കർ ഫോണില. ഹലോ അജയ്. ഹലോ, അപ്പയാണ്. ആരാണ്? ഇപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പോ ഹോളിഡേയ്സ് ആണ്. ഒന്ന് ഫ്രീ ആവുമെങ്കിൽ
കം ഡൗൺ ടു കൊച്ചിൻ. അമ്മയോട് ചോദിച്ചിട്ട് പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ വിളിക്കാം. ശരിക്കും വീക്കാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. അങ്ങനൊരു ജഡ്ജ്മെന്റ് നടത്താൻ നീ എത്ര തവണ കേട്ടിട്ടുണ്ട് ആ ശബ്ദം? We can probably involve our head office in New Delhi. It will make things easier. Sure, I can get you the required details in 2 days. Oh, that would be great. Thank you. Michael, do you guys want to read this once again? Yeah, sure. Without the way that was here. മാം രജിസ്റ്റർ പോസ്റ്റ് ഫോർ യു. तुमको पाया है तो जैसे खो इसमें अगर एक्सपोजर है, ആ अगर എന്താ നേരത്തെ? एक स्विमिंग നമ്മൾ തമ്മിൽ ഒരു സീക്രട്സും ഇല്ല എന്നാണ് ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത്. ഇന്ന് വരെ എക്സസൈസിനിടയ്ക്ക് വീണു അല്ലേ? ഇപ്പൊ ഹോളിഡേസ് ആണല്ലേ? ഹൗ കുഡ് യു ഡു ദിസ്? എനിക്ക് അവിടെ പറ്റുന്നില്ല അമ്മ. നിന്റെ പ്രായത്തിൽ NDAയിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും തോന്നുന്ന ഫീലിംഗ് ആണത് ആദ്യം. പിന്നെ യു ഗെറ്റ് യൂസ് ടു ഇറ്റ്. എന്റെ അവിടുത്തെ ലൈഫിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും? അജയ്, നിന്റെ ചോയ്സ് ആയിരുന്നു NDA. നിന്റെ. മറ്റ് കരിയർ ഓപ്ഷൻസ് ഒന്നും പറയാൻ പോലും നീ എന്നെ അന്ന് അനുവദിച്ചിട്ടില്ല. അമ്മ ഐ അഗ്രി. പക്ഷെ മറ്റു കാരിയേഴ്സിനെ പോലെ അല്ല ഇത്. മറ്റു കോളേജസിനെ പോലെ അല്ല NDA. അത് ഞാൻ മനസ്സിലാക്കിയതും അല്പം ലേറ്റ് ആയിട്ടാ. ആൻഡ് ഡോണ്ട് ബ്ലെയിം മീ ഫോർ ദാറ്റ്. ഐ വിൽ ബ്ലെയിം യു ഫോർ ദാറ്റ്. നിനക്ക് തിരികെ പോരാനായിരുന്നെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോരായിരുന്നല്ലോ. അതിനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ മോഹൻ, ഹായ്. എത്ര മാസങ്ങൾ നീ അവിടെ ഉണ്ടായിരുന്നു? അത്രയും നാളെടുത്തോ അതല്ല നിന്റെ ലൈഫ് എന്ന് തിരിച്ചറിയാൻ? നീ അവിടെ നിന്ന് പോന്നത് എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിന്റെ പെനാൽറ്റിയായി 2 ലക്ഷം രൂപ കൊടുക്കണം. ദാറ്റ് ഐൽ മാനേജ്. പക്ഷെ നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഈ ഡിസിഷൻ എടുത്തതാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്യുന്നത്. ഒരു ഡിസിഷൻ ഞാൻ തന്നെ എടുക്കട്ടെ അമ്മ. ഏയ് അജയ്, കൂൾ ഡൗൺ മാൻ. അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ ഇടപെടാൻ who the hell are you? അജയ്! അമ്മ, ഞാൻ അമ്മയോടാണ് സംസാരിക്കുന്നത്. ഔട്ട്സൈഡേഴ്സ് എന്നൊരു കാര്യമില്ല. മോഹൻ എനിക്ക് ഔട്ട്സൈഡർ അല്ല. എനിക്കാണ്. ഒരു ജീവിതം മുഴുവൻ നിന്റെ മുന്നിൽ ബാക്കിയുണ്ട്. നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് വെച്ച്? ഹലോ.